ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നമ്മുടെ പയർ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ തോരൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടടാൻ, ഇത് നമ്മുടെ സ്വന്തം പയറാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യണേ, കാണില്ല. പറിച്ച് വെച്ചതിന് ശേഷമേ കുറച്ചൊക്കെ മൂത്ത് പോയി. ഞാൻ പയർ നമ്മൾ പറിച്ച് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വറുക്കണത് കേട്ടോ. ഒരു ദിവസം നമ്മൾ ചീര വറുത്തു, ചീര തോരനുണ്ടാക്കി. പിന്നെ പിറ്റേ ദിവസം ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയില്ല, വേറൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് എടുക്കണേ. അപ്പോഴത്തേക്ക് എന്നെ മൂത്ത് പോയി പയർ. ഇതല്ലേ, വലുതായിട്ടല്ല കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് വറുക്കാമെന്ന് വിചാരിക്കുന്നു. തേങ്ങ ഇട്ട് വറുക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഉപ്പും മുളകും പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് എണ്ണ ഇങ്ങനെ നല്ല ഫ്രൈ ആക്കി എടുക്കും. ലാസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട്. ഇതിപ്പോൾ വറവിലിട്ടിട്ട് തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കണം. ഒന്നും മിണ്ടാണ്ടിരിക്കുക അല്ലേ. സോറി. അപ്പം ഞാൻ നോക്കിയില്ലെങ്കിൽ വല്ല പുഴു ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കഴിക്കില്ല. നമ്മളുടെ തന്നെയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം അബദ്ധങ്ങൾ പറ്റാലോ. അപ്പോൾ കട്ട് ചെയ്യുന്നത് നോക്കി കട്ട് ചെയ്തില്ലെങ്കിൽ. പക്ഷെ ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കേടോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. ചീരയ്ക്കാണ് പുഴു വരിച്ചിട്ട് പിന്നെ കുറേ ഇലയൊക്കെ കളയേണ്ടി വന്നായിരുന്നു. പുഴു വരിച്ചിട്ടുണ്ടായിരുന്നു. പുഴുവാണോ പ്രാണിയാണോ എന്നറിയില്ല. പുഴു ക്ലീൻ ചെയ്യുന്ന സമയത്ത് പുഴുവിനൊന്നും കണ്ടില്ല. പിന്നെ ചിലപ്പോൾ പ്രാണിയായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇച്ചിരി മൂത്തായിരുന്നല്ലോ ഇത്. പിന്നെ അധികം മൂക്കാണ്ട് തന്നെ പറിച്ച് വെച്ചെടുത്ത് മൂത്തുപോയി. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതില്ലേ, മൂത്തതിൻ്റെ കുരു എടുക്കാം നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട്. കണ്ട, കുരു എടുത്തിട്ട് ഇടാം. മൂത്തത് കട്ട് ചെയ്തെടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കണ കുരു നമുക്ക് എടുത്തിട്ട് വറുക്കാൻ എടുക്കാം കേട്ടോ. കളയണ്ടല്ലോ. അയ്യോ, ലൈവിലിരിക്കുമ്പോഴും ഇവിടെ പാട്ട് സഹിക്കണം, വീഡിയോ കാണണമെങ്കിലും പാട്ട് സഹിക്കണം എന്ന് വെച്ചാൽ ഇച്ചിരി കഷ്ടമല്ലേ. അപ്പോൾ വേണ്ട, നമുക്ക് പാട്ട് നിർത്താം ഗേസ്. അറിയാണ്ട് മൂളിപ്പോണതാ. അത് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അറിയാണ്ട് ഇങ്ങനെ മൂളിപ്പോണതാ. ആകെ 2 വരെയൊക്കെ അറിയുള്ളൂ.
എന്നാലും അതിങ്ങനെ മുളിക്കൊണ്ടിരിക്കും. കണ്ടാൽ മൂത്തതായിട്ട് തോന്നുന്നില്ലെങ്കിലും മൂത്തതാണ്. കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നും. അപ്പോൾ അതിൻ്റെ ഇത്രയും പയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റും കൂടി ആഡ് ചെയ്യണം. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തോലൊക്കെ പറഞ്ഞ് നടക്കാം. ഇതൊന്ന് കഴുകിയിട്ട് വരാം. കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ കറികളെല്ലാം നിലവിൽ പിന്നെ ഇൻഡക്ഷൻ കുക്കറിൽ ശരണം ഗൈസ്. വേറെ വഴിയില്ല. എന്നുവെച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ നോർമൽ ചൂടുവെള്ളം തിളപ്പിക്കും, പിന്നെ ചോറിന് വെള്ളം തിളപ്പിക്കും, അത്ര അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ കേട്ടോ. ഫുഡ് കറിയൊക്കെ വറവൊക്കെ ഉണ്ടാക്കുന്നത് അറിയാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും പയറും 2 പച്ചമുളകും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത സാധനം നമുക്ക് ഒഴിച്ചിട്ട് സത്യമായിട്ടും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻഡക്ഷൻ കുക്കറിൽ കറി തോരൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആശ്രയം. നമ്മുടെ ഗ്യാസ് സെറ്റാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു പോയ ഒരു അത്യാവശ്യത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായിപ്പോൾ. ഇപ്പോൾ കറണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ എന്തെങ്കിലും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടായേ പറ്റും. അപ്പോൾ കറണ്ട് ഇല്ല ടൈമിൽ അത്യാവശ്യം കുക്ക് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ ആകുന്നതായിരിക്കും നല്ലത്. പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആവുന്നത് വരെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുപ്പിൽ വെക്കുന്ന ടേസ്റ്റ് ഒന്നും ഇനിയിപ്പോൾ എവിടെ വെച്ചാലും ഗ്യാസിലായാലും ഇൻഡക്ഷൻ കുക്കറിലായാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി. അപ്പോൾ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു.
കൊടുത്താൽ മതി. പയറിന് വേകാൻ വേണ്ടിയിട്ട് അത്ര വെള്ളം ആവശ്യമുള്ളൂ കേട്ടോ. ഫോൺ അടിക്കുന്ന ഫോൺ. അപ്പോൾ നമ്മളിവിടെ തേങ്ങയും വെളുത്തുള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം നമുക്ക് അടച്ചു. നമ്മുടെ പയർ ആയോ നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൽ കുക്ക് ചെയ്തിട്ട് വലിയ പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. നമ്മൾ എന്ത് തോരൻ ഉണ്ടാക്കുമ്പോഴും അതിൽ തേങ്ങ ഇടുമ്പോൾ അതിലൂടെ 2 വെളുത്തുള്ളി ഇട്ടാൽ വേറെ ഒന്നൊരു ടേസ്റ്റ് ആട്ടോ. ഒന്ന് വന്ന് വരുത്താൻ പോയി. ഏകദേശം ആയിട്ടില്ല കേട്ടോ. എന്നാൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ നമുക്ക്. ഇത് ചതഞ്ഞില്ലല്ലോ. ഗതി കെട്ടാണെങ്കിൽ പുല്ലും തിന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അവസ്ഥ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മാറും. മറ്റേ അടുപ്പിൽ മാത്രം കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാണ് ഇപ്പം ഗ്യാസിന് മാത്രം കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഗ്യാസും കിട്ടാണ്ടായപ്പോൾ കരണ്ടിലോട്ട് മാറി. ഇതൊക്കെയാണ് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും എന്നൊക്കെ പറയാറില്ലേ, സത്യമാണ്. വെളുത്തുള്ളിയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. സത്യം പറഞ്ഞ് ഇനിയിപ്പോൾ കറണ്ട് ബില്ല് വരുമ്പോൾ ബോധം പോകും പറയാൻ പറ്റില്ല. അയ്യോ, അപ്പോൾ നമ്മുടെ പയറ് വറവ് ഇവിടെ റെഡി ആയിട്ടോ. താങ്ക് യു ഫോർ ഇൻഡക്ഷൻ കുക്കർ. അയ്യാ, നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയി ഗൈസ്. പയറ് വറവ് ഇവിടെ റെഡി ആയി ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ. Bye.